ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് വന്നാട്ടാ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്മക്ക് ചേമ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് തണ്ട് ഇല ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകാൻ സുഖമാണല്ലോ. തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടമ്മ, ചേമ്പിൻ്റെ തണ്ട്. അതേപോലെ ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി സ്ഥലം ഉണ്ടാവുമെന്ന് പോകുമ്പോൾ വണ്ടി കണ്ട് കയറാത്തതുകൊണ്ടേ. അപ്പോൾ ഇതിൽ കണ്ട ഈ പച്ചച്ചെടി കണ്ട അടിപൊളിയാണ് കേട്ടത്. നല്ല രസമാണ് കാണാൻ. നമ്മൾ ബൊക്കമ്മ വെക്കണ ആ പൂവ് തിമ്മലാണ് കേട്ടോ ഉണ്ടാവണത്. അപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മുറ്റടിച്ച് വരാണ് കേട്ടോ. ഞാൻ കുറേ ഒരു കച്ചറ ഉണ്ടായിന്ന്. മുറ്റടിച്ച് വരിയിട്ട് ഇതാ ബക്കറ്റിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കണം, അടിച്ച് വരിയിട്ട്. അവിടെ അതേപോലെ കൂട്ടി വെച്ചേക്കണേ. ഇതാ ചെടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം കേട്ടോ കുറച്ച്. ഇനി കണ്ട ഇവിടെ ഒക്കെ നമുക്ക് അടിച്ച് വരി വൃത്തിയാക്കാനുള്ളതാണ്. ഐസിയും പിന്നെ അങ്ങോട്ട് പോയിക്കണം കേട്ടോ. മീനും മോനും ഒക്കെ കൂടെ അവിടെ കളിക്കുകയാണ്. ഇത് കണ്ട സ്ട്രോബെറിൻ്റെ അന്ന് നമ്മൾ കുഞ്ഞുമുത്താത്താനോട് തോടുന്നില്ലേ, അതാണ് കേട്ടോ. ഇളച്ചൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിനോടുന്ന് അതാണ്. ഇത് നമുക്കിനി അവിടെ പോകുമ്പോൾ കൊണ്ടുപോവാച്ചിട്ടാണ് ഞാൻ. ഉണ്ടാവും എന്തോ നമ്മളെ കോഴിപ്പൂ കണ്ട കന ഒക്കെ കൂടെ അങ്ങോട്ടാണ് തൂങ്ങിക്കണില്ലമ്മ. ലൈറ്റൊക്കെ കൂടെ അങ്ങോട്ടൊന്നും ഇങ്ങനെ പോവാ, താഴത്തേക്ക് കൊണ്ടുവരും ഞാൻ. അവ കൂടെ അങ്ങോട്ട് പോയിട്ട് തൂങ്ങിയേക്കണം. പിന്നെ മൾബറിമ്മലാണെങ്കിലോ ഒറ്റ കായല്ല എന്ന് പറയാൻ നിൽക്കുന്നു കേട്ടോ. ഒരു കായതാ നിങ്ങൾ മുറിച്ചോളി. ഒരു കായത അവിടെ പഴുത്തിക്കണം, ഒറ്റ കായില്ല എന്ന് പറഞ്ഞു ഞാൻ. എന്താ കയ്യമ്മ ചളിയാണേ, കാണില്ലല്ലോ. ഇതാ എന്താ കാണാത്ത നമുക്ക് ഫോക്കസ് ആവണേ. അമ്മ അത് അവിടെയും ചെയ്യുമ്പോൾ എടുക്കാണ് കേട്ടോ. ഇതെന്തോട് കാണാത്ത, ഇത് നമുക്ക് കിട്ടണില്ല. ഇതെന്താ ഇതാ പുഴത്ത മൾബറി കഴിച്ചോക്കട്ടെ കേട്ടോ. ഓണം മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ മഴക്കാറായിട്ടുണ്ട്. മൾബറി എല്ലാം മധുരം ഉണ്ട് കണ്ടോ. നമ്മളെ ബൊക്കെ കുട്ടന്മാരൊക്കെ കൂടെ അങ്ങോട്ട് തൂങ്ങിയിട്ട് എന്തൊരു കാനാണ് വെച്ചിട്ടാ അവിടെയൊക്കെ വീണെടുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇങ്ങനെ അതിൻ്റെ എടുക്കുന്നത് ചീനമുളകൊക്കെ എടുത്ത് നുള്ളിയിട്ട് വരുന്നു. ഇത് നല്ല കനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടത് എല്ലാ കൊമ്പ് വേണ്ട പിന്നെ വീണെടുക്കണ്. എനിക്കറിയില്ല, ക്യാമറക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഒരു ഫോക്കസ് ഇട്ടണില്ല എന്തുമ്പക്കും. നീലക്കോളാമ്പി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉണ്ടായില്ല. അതേപോലെ തന്നെ ഈ ചുവപ്പ് പൂവുണ്ടല്ലോ, ഇതും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉണ്ടായില്ല. ഒക്കെ കൂടെ ഒരു മഞ്ഞിച്ചിക്കാണ്ട്. പിന്നെ അതേപോലെ താഴത്ത് ഉണ്ടാ അവിടെയും വീണുകണ് ഈ സാധനം. അവിടെ ഉണ്ടായിരുന്നു, അതും വീണുകണ്, അതവിടെ വീണെടുക്കണം. പിന്നെ ഞാനന്ന് വെച്ചതാണ് കേട്ടോ, മുകളിൽ കൊണ്ടുപോയിട്ട് ഓമക്കായൻ്റെ തൈ. ഇപ്പോൾ ഇതാ ഇത്രയും വലുതായി, കായൊക്കെ പിടിച്ചു, ഷാറായിക്കണം. ഞാൻ താഴത്തേക്ക് പോവാണ് കേട്ടോ. കുമ്പളങ്ങ എന്തെങ്കിലും ഉണ്ടാ നോക്കണം പറഞ്ഞമ്മ. കൈജാത്താനൊന്നും പുറത്ത് കാണാക്കിയല്ലോ. കഴിച്ചാത്താൻ ഇവിടുത്തെ ചെടി വെട്ടിയില്ലമ്മ. ഇവിടെ അവിടെ 2 തെയ്യാൾ വെച്ചേക്കണ്. റംബൂട്ടാനും മാങ്ങയും വെക്കണം എന്ന് പറഞ്ഞിരുന്നു, വെച്ച് വെക്കുണ്ടാവില്ല ഈ കാരം. എവിടെയാണ് കുമ്പളങ്ങ വള്ളി? ഇവിടെ അല്ലേ ഇനാ ഇതിമൊന്നൊന്നുമില്ലല്ലോ. അതവിടെ ഒന്നുണ്ട്, അവിടെ ഒന്നുണ്ട്. 2 ഉണ്ട്. 2 നിങ്ങൾ 2 കണ്ടീന്ന്? ആ 3 ഉണ്ട്. നിങ്ങൾ കണ്ട 3 ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് എടുക്കണം. കുമ്പളങ്ങയാണ് ഇട്ടത്. ഇവിടെ ഒന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. 3 കുമ്പളങ്ങൻ്റെ സീസണാണ്. ഇതങ്ങോട്ട് പോകുമ്പോട്ടാ നല്ലൊരു കൊള്ളു. അത് 10 ഓനായിട്ട് നമുക്ക് കൊണ്ടാണേ. ഞാൻ അന്നത്തെ ഭ്രാന്തിന് നട്ട ചെടികളാണ് കേട്ടോ. അതൊക്കെ പുല്ലർച്ചുമ്പോൾ ഇത് കണ്ട, ഇത് ഇവിടെ പിടിച്ചിട്ടാ. ഈ ചെടി കണ്ടാ ഇത് നമുക്ക് കൊണ്ടുവട്ടാം. ഇവിടെ ഇനി ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലോ. ഇതൊക്കെ കണ്ട നല്ല ഉഷാറായിട്ട് വന്നതാണ്. ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതല്ലേ, അതിന് ചെറുതുണ്ട്, വലുതില്ല. ഇത് കൊടുക്കാം. ഇതും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അറക്കാനായിട്ടില്ലെന്ന് തോന്നുന്നു, ചെറുതല്ല. എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അതിന് എന്തോ കുത്തുണ്ടോ ഒന്നും, നല്ല കുത്തണുണ്ടല്ലോ ഏറ്റമലും.
നിങ്ങൾക്ക് പാമ്പിൻ്റെ തോല് കാണിച്ചു തരട്ടോ. വളാന്നല്ലേ പറയാ അതിന്. ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ എടുക്കണം ഈ എടുക്കണ കണ്ടാ പാമ്പിൻ്റെ തോല് ഊരിയത്. കുമ്പളങ്ങ വിളവെടുപ്പ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രശ്നം. ഇങ്ങനെ ഒരു കുത്തുണ്ടാവും ഇവിടെയും കണ്ടാ. അതിന് കവറിട്ടി കൊടുക്കണം തോന്നണം. അതിനും ഉണ്ട് കുത്ത്. ഇനിയൊന്നും കൂടെ അല്ലേ. ഞങ്ങൾ മൂന്നും ഇതാ എടുത്തിട്ടാ എടുത്താനിമ്മ. മൂന്നും ഞങ്ങൾ എടുത്ത് 3 ചെറുത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. നടക്കാം. ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ആദ്യം അതിമ ഉണ്ടാ നോക്കട്ടെ. എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ. പീപ്പിളിയാണ് കാണിച്ചു തരുന്നത്. പീപ്പിളി കാണട്ടെ സാധനം. പീപ്പിളി മരം ഇതിമല്ലല്ലേ കുട്ടികളെ വലുതാവണം. ഇതാ ഈ സംഭവം ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ കൈമാകെ ചളി കേട്ടാം. ഞങ്ങൾക്ക് പീപ്പിളിൻ്റെ ശബ്ദം കാണിച്ചു തരാം. അത് വായിലിട്ടിട്ട് വലിച്ചാൽ ഒച്ചയേക്കൂട്ടാം. എൻ്റെ ഫോണിന് എന്തോട് പറ്റിയിരിക്കണ്. എത്ര ഫോക്കസ് ചെയ്യാൻ നോക്കിയാലും പറ്റണില്ല. കേൾക്കണുണ്ടോ? അതാണ് പണ്ടത്തെ പീപ്പിളി. ഇവിടേക്കൊക്കെ കുമ്പളങ്ങ ഉണ്ടായിക്കണം കേട്ടോ. വള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ കണ്ടാ ഇങ്ങനെ കേടായി പോയിക്കണം. അവിടെയൊക്കെ ചെറുതങ്ങനെ കേടായി പോയിക്കണം. ഞങ്ങളടുത്ത് മഴക്കാറുണ്ട് പറഞ്ഞില്ലേ. മഴ പെയ്യുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ വെയിലും മഴയും കൂടെയാണ്. കാണുമ്പോൾ മഴ ഇല്ലാന്നല്ലേ. കൈജാത്ത ആ തുണിയാളെടുത്തോളി മഴ ചെയ്യണതാ. അപ്പോൾ ഉമ്മതവിടെ ഇതിൻ്റെ അടുത്ത് കല്യാണത്തിന് ഇതാ രമ്യ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ. ഇത് ഉപ്പേരി വെക്കുന്ന ഞങ്ങളവിടെ ഇത് വെക്കൂല കേട്ടോ. ഇതിൻ്റെ ഇത് അപ്പോൾ ഇല എടുക്കണം ഉമ്മ. ഇതിൻ്റെ കായ വരാത്ത ഇലയാണ് കേട്ടോ എടുക്കണത്. കായ വന്നിക്കണം എന്നാലും നിർത്തതാ. കുറച്ച് ഇതെന്തിൻ്റെ ഇലയാണ് ഇത് മത്തനോ. കുറച്ച് മത്തനും ഇതും കൂടെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ മോൾക്ക് കയറ്റട്ടെ ഞാൻ. ഇപ്പോൾ കുമ്പളങ്ങ മുറിക്കാണ് കേട്ടോ. ഒരു കഷ്ണം കഴിച്ചാത്താ കൊടുക്കണം. ഒന്ന് ചക്കിൻ്റെ കൂടെ കൊടുക്കണ്ടേ. ഇത് കൊടുത്താൽ ഒന്ന് നമ്മളെ മുന്നത്ത് വീടില്ലേ. അന്നത്തെ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഇവിടെ മുന്നത്ത് വീട്ടിൽ കൊടുക്കാം ഇവർക്ക്. അപ്പോൾ ഇനി ഒരു കഷ്ണമായിട്ട് നമ്മൾ ഹാണ്ട് പോവാണ് കേട്ടോ ഓരോ വീട്ടിൽ. അയൽവാസികളൊക്കെ ഒന്ന് കാണും ചെയ്യാം. കുഞ്ഞോൽത്താത്താനെ കണ്ടു. കഴിച്ചാത്ത കല്യാണത്തിന് ബൈക്കണ്. മക്കളൊക്കെ കണ്ടു. അപ്പോൾ ഒന്ന് നമ്മൾ കൊടുത്ത് തീർത്തിട്ടാ. 2 കഷ്ണം 2 വരേക്കും ഇനി ഒരു കഷ്ണം കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എന്താണ് പൊരിക്കോ? അത് എവിടുന്ന് കിട്ടിയതാ? ചുടിച്ചതാ? എവിടുന്ന്? ഓടാ വളാഞ്ചേരി പോയിട്ട് ഇതിനെ പിടിച്ചോണ്ട് രാവിലെ പോയതാണ്. ഇത് കൊത്തുവോ? വറ്റക്കെട്ടെടുത്തുക്കണം നിങ്ങള്. ഇത് നിടെ അയക്കാക്കതിനെ ഇതെന്താണ് ഇനിയോ? ഇനി പേരെന്താ? പൊരിക്ക്. മീൻകുയ്യ ഉണ്ടാക്കാൻ ഇവല് എൻ്റെ അയൽവാസിൻ്റെ അവിടെ കേട്ടാ. ഈനുവിൻ്റെ കാക്ക മീൻകുയ്യ ഉണ്ടാക്കാൻ വലിയ കുയ്യൊക്കെ കുത്തി വെച്ചിരിക്കണം. കുട്ടികൾ എത്ര ഉണ്ടാ? മീനെ തീക്കിടൂല ഞേ. അപ്പോൾ ഇതാ കൈ ചാത്തിയിട്ട് ഇപ്പോൾ വന്നിട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോ ചിരങ്ങ കൃഷി ചെയ്തിരുന്നു. മാഷാ അല്ലാഹ് ഒരു ചിരങ്ങ നിൽക്കണിട്ട് ഇളയ ചിരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉണ്ടാവുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം എടുത്തിട്ട് തന്നാട്ടാ. അപ്പോൾ നമ്മൾ ചിരങ്ങ അവിടെ വെക്കട്ടെ ഒരു ഭാഗത്ത്. ഞാൻ അടിച്ചു വരാണ് കേട്ടോ. അകം അടിച്ചു വാരി വൃത്തിയാക്കാണ്. എല്ലാവരും പണിയും ഒക്കെ കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഉമ്മ കൂറച്ചോക്ക അരുതി പോയത് എന്നിട്ട് അന്ന് നിറച്ച് കൂറാളുണ്ടായിന്. കൂറാൾ ചത്തെടുക്കണണ്ട. ഇവിടെ കൂറച്ചോക്ക അരുതി ചെയ്തേന്ന്. ഇതാ കിടക്കണ ഒരു കൂറ, ഇതാ കിടക്കണ ഒരു കൂറ. പിന്നെ അതേപോലെ വിറകിൻ്റെ ഉള്ളിൽ കണ്ട ചെതലും ഇങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ചകിരി പൊളിക്ക് ചെതലൊടിച്ചതാട്ടത്. എന്താണെന്നറിയോ? താളിപ്പൊടി ഇല്ലേ നമ്മളെ ചെമ്പരത്തിൻ്റെ താളിപ്പൊടി കേട്ടോ. പക്ഷേ താളിപ്പൊടിയാണ്. അത് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിലുണ്ടിട്ടത്. ഇത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. നല്ലതാണ്. തുറക്കാൻ കിട്ടണില്ല.
തുറന്നിട്ട് കാണിച്ചു തരാം. കണ്ട താളിപ്പൊടി ഇരിക്കുന്നു. അന്ന് ചെമ്പരത്തി ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഡോക്ടർ സോപ്പ് തലയിൽ ഇടരുത് എന്ന് പറഞ്ഞു തന്നിട്ടാ, മുടി ഒഴിച്ചിലായതുകൊണ്ട്. പിന്നെ ഉണ്ട് അതൊക്കെ കൊണ്ടെടുക്കാനും ഇതാക്കാനും വെക്കണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കലില്ല. ഇതിന് സോപ്പന്നെ ഇടൽ. അപ്പോൾ ഇത് ഏതായാലും ഒന്ന് പോകുമ്പോൾ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് ഞാൻ. ചുവാരയിലൊക്കെ കഴിഞ്ഞ് വണ്ടി ഇട്ടിട്ട് ആ കുഞ്ഞോളാത്തത് ആ ചായ കൊടുത്തയച്ചു. ഞാൻ പോയി മേടിച്ചു കൊടുന്നു ചായ. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി കിട്ടി. പിന്നെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ നേരെ പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബായ്.